ഗൈസ്, വെൽക്കം ടു SRS വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് ഒരു വെഡ്ഡിങ് റിസപ്ഷന് പോവാണ്. നമ്മളെ ആദീൻ്റെ ഏട്ടൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഞാനും അമ്മയും അച്ഛനും രാഹുലേട്ടനും കിച്ചും സാബിയും കൂടിയാണ് പോകുന്നത്. രാഹുലേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഏച്ചിയും ഐശുവും ഇഷാനും കൂടെ വേറെ വണ്ടിയിലാണ് പോകുന്നത്. നമ്മളൊക്കെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നേരെ വണ്ടി കയറി. കിച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ പാലേരിയിൽ നിന്ന് ആദ്യൻ്റെ വീട്ടിലേക്ക് ഏകദേശം 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് കഥ പറഞ്ഞ് വയനാട് ചുരത്തുമ്മലെത്തി. അങ്ങനെ ചുരം കയറി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ക്ഷീണമായാൽ മതി, ചായ കുടിക്കണമല്ലോ. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടൽ. സ്ഥലം എവിടെയാണുള്ളത് എന്നോട് മറന്നു കേട്ടോ. ഈ സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും പെട്ടെന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇത് ഏതാ സ്ഥലമെന്ന്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി. ഞാനും അമ്മയും കൂടി കോഫിയും അച്ഛനും കിച്ചും രാഹുലേട്ടനും കൂടി ചായയാണ് പറഞ്ഞത്. പിന്നെ 2 കല്ലുമ്മക്കായും 2 അടയും 1 വടയും എല്ലാം തട്ടി നമ്മൾ നേരെ വയനാട്ടിലേക്ക് പുൽപ്പള്ളിയിലേക്ക് കാറ് ഓടിച്ചിട്ട്. നമുക്ക് പുൽപ്പള്ളി ഒരു ഓഡിറ്റോറിയത്തിലാണ് എൻ്റെ കബനി കൺവെൻഷൻ സെൻറ്ററാണ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓഡിറ്റോറിയം പുൽപ്പള്ളി ടൗണിൽ തന്നെയാണ് കൊണ്ട് വഴി കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നമ്മളവിടെ എത്തിയവിടെ തന്നെ നമ്മുടെ ആദീൻ്റെ അമ്മ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടേനെ. പിന്നെ നമ്മളെത്തിയ ടൈമും ആദീൻ്റെ ഏട്ടൻ, അതായത് നമ്മുടെ മണവാളനും മണവാട്ടിയും എത്തിയ ടൈമും ഏകദേശം സെയിമായിരുന്നു. അപ്പോൾ അവരെയും കണ്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഏച്ചിയും അമ്മയും ഐശുവും നിശാനും റീജേച്ചിയും ദീപേച്ചിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞാനും നിശാനും കൂടി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത്. പിന്നെ സ്റ്റേജൊക്കെ അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടേ. പിന്നെ അതാ സാവിയോൻ്റെ ഡാൻസ്. സാവിയോന് പിന്നെ പാട്ട് കേട്ടാൽ പിന്നെ അടങ്ങിയിരിക്കുന്നൊരു പരിപാടിയില്ല. പിന്നെ നമ്മളെ കല്യാണ പണ്ഡിതയും ചെക്കൻ്റെ എൻട്രിയാണ്. ഇവിടെ എല്ലാവരും ആദ്യം വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ മെയിനായിട്ടുള്ള ആൾ ആതിര ഹരിദാസ് എത്തിയിട്ടുണ്ട്. ഇവള് മേക്കപ്പൊക്കെ ചെയ്ത ആളാകെ മാറിപ്പോയി. ഇവിടെ മേക്ക് ഓവർ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ ആരതാന്ന് റിസപ്ഷനാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ലേറ്റാകുന്നതിനെ കൊണ്ട് നമ്മളെല്ലാവരും വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ സാബിയോനാണ് കൊടുത്തത്. അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉള്ളതിനെ കൊണ്ട് എനിക്ക് സാബിയോൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട വന്നിട്ടില്ല. ഓന് ഫുഡ് കൊടുക്കാനോ എടുത്തുകൊണ്ട് നടക്കാനോ എല്ലാം ഒരു 2 ആളും ഉണ്ടായിരുന്നു. പിന്നെ സാബിയോന് ഇവരെ 2 ആളെ കിട്ടിയാൽ പിന്നെ എന്നെയും വേണ്ട, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവിടെ സീറ്റ് ഫുള്ളായി. പിന്നെ അമ്മയും ചേച്ചിയും ഐശുവും ഷാനും ഒക്കെ ഫുഡ് കഴിച്ച്. പിന്നെ ഞാനും കിച്ചും അമ്മയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ കഴിച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ആദ്യൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇവിടെ എല്ലാവരും ആകെ ആളാകെ മാറിപ്പോയി എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കാൻ. പിന്നെ സായേട്ടൻ വന്നു. സായേട്ടൻ ഇത്ര നേരം ഫുൾ ബിസി ആയിരുന്നു. ഇപ്പം വന്ന് എല്ലാവരോടും ലോകം പറയാൻ. പിന്നെ നമ്മളെ തോർത്താങ്കൻ്റെ ടീം മൊത്തം വന്നേ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ടപ്പോൾ എല്ലാവരും മുന്നിൽ വന്ന് പോസ് ചെയ്യാണ്. പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് സമയം 8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനെ. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് സമയം ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.